സ്വാഗതം. നമ്മളിന്ന് സന്തോഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടുതൽ സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നതിനെപ്പറ്റി ചില പഠനങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം. ഹും, സന്തോഷം എല്ലാവരും അന്വേഷിക്കുന്ന ഒന്നാണല്ലോ അത്. അതെ, ഇത് വെറുമൊരു ഫീലിംഗ് മാത്രമല്ല. ശരിക്കും ഇതിന്റെ പിന്നിൽ സയൻസ് ഉണ്ട്, അല്ലേ? തലച്ചോറിലെ ചില കെമിക്കൽസ്, ഡോപ്പമീൻ, സെറോട്ടോണിൻ. ആ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, അങ്ങനെ കുറേയുണ്ട്. ഇവയുടെയൊക്കെ ഒരു കളിയാണ് നടക്കുന്നത്. അപ്പൊ ഈ അറിവ് വെച്ചിട്ട് എങ്ങനെ കൂടുതൽ സന്തോഷം നേടാം? അതിലുള്ള 3 വഴികളാണ് നമ്മൾ നോക്കുന്നത്. റെഡിയല്ലേ? തുടങ്ങാം. തുടങ്ങാം. ഒന്നാമത്തെ വഴി ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ശരീരം അനക്കുക, വ്യായാമം. ഉം, പറയുന്നത് എന്താന്ന് വെച്ചാല് വെറും ഒരു 10 മിനിറ്റ് ഫാസ്റ്റായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് വെച്ച് ഡാൻസ് കളിക്കുകയോ ചെയ്താൽ മതി. അത് മതി. അപ്പൊ തന്നെ എൻഡോർഫിനും സെറോട്ടോണിനും ഒക്കെ കൂടും, മൂഡ് മാറും. ഇത് കേൾക്കുമ്പോ ഇത്ര സിമ്പിളാണോ എന്ന് തോന്നുമല്ലേ? അതെ, സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. 2019 ഒരു സ്റ്റഡി വന്നിരുന്നു, ജേർണൽ ഓഫ് ഹാപ്പിനെസ് സ്റ്റഡീസിൽ. ഓഹോ. അവർ പറയുന്നത് സ്ഥിരമായി ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ഒരു 30% കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. 30%? അത് കൊള്ളാലോ. അതെ, വലിയ വർക്കൗട്ടൊന്നും വേണമെന്നില്ല, ചെറിയ മൂവ്മെന്റ്സ് മതി. തലച്ചോറിൽ അത് പോസിറ്റീവ് മാറ്റങ്ങളുണ്ടാക്കും. അതാണ് പ്രധാനം. ശരിയാണ്. അപ്പോ ശരീരം കഴിഞ്ഞാൽ പിന്നെ മനസ്സിലേക്ക് വരാം. രണ്ടാമത്തെ വഴി കൃതജ്ഞത. ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമുക്ക് നന്ദിയുള്ള കാര്യങ്ങൾ ഓർക്കുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ ഇതിനെപ്പറ്റി കുറേ പറയുന്നുണ്ട്. ദിവസവും ഒരു 3 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാവാം, അത് ഓർക്കുകയോ അല്ലെങ്കിൽ ഒരു ഡയറി പോലെ എഴുതി വെക്കുകയോ ചെയ്യുന്നത് സന്തോഷം 25% വരെ കൂട്ടുമത്രേ. ശരിയാണ്. ഇതിന്റെ പിന്നിലുള്ള ഐഡിയ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് മാറ്റുക എന്നതാണ്. ഫോക്കസ് മാറ്റുക. അതെ, സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ മറന്നുപോകുന്ന നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. ഉദാഹരണത്തിന് ഇപ്പോ ഒരു നല്ല ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേട്ടത്. ചെറിയ കാര്യങ്ങൾ. അതെ, അങ്ങനെയുള്ള ചെറിയ പോസിറ്റീവ് കാര്യങ്ങളെ തിരിച്ചറിയാനും അതിൽ സന്തോഷം കണ്ടെത്താനും ഇത് സഹായിക്കും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുമല്ലേ? തീർച്ചയായും, അതൊരു പരിശീലനമാണ്. ഓക്കെ, അപ്പോ ശരീരമായി, മനസ്സായി. ഇനി മൂന്നാമത്തെ വഴി, ഇത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബന്ധങ്ങൾ. സോഷ്യൽ കണക്ഷൻസ്. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരുപാട് കാലം നടത്തിയ ഒരു പഠനമുണ്ട്. അഡൽട്ട് ഡെവലപ്മെന്റ് സ്റ്റഡി. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒന്നാണത്. അതെ, അവർ അറിയുന്നതെന്താന്ന് വെച്ചാ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും ആരോഗ്യവും നൽകുന്നത് അവരുടെ ബന്ധങ്ങളുടെ ക്വാളിറ്റിയാണ്. ശരിയാണ്. ഇത് വളരെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യൽ ജീവികളാണല്ലോ. അതെ. അപ്പോ ഒരു സുഹൃത്തിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരൊന്ന് കെട്ടിപ്പിടിക്കുന്നത്, അയൽക്കാരനോടൊന്ന് ചിരിക്കുന്നത് പോലും നമ്മുടെ ശരീരത്തിലെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. അതിനെ ലവ് ഹോർമോൺ എന്നൊക്കെ പറയും. ഓ, അത് നമുക്കൊരു ഊഷ്മളതയും അടുപ്പവും ഒക്കെ തരും, അല്ലേ? അതെ, ഒരു സുരക്ഷിതത്വം തോന്നും. ആ പഠനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഒരുപാട് സുഹൃത്തുക്കൾ വേണമെന്നല്ല, ഉള്ള ബന്ധങ്ങൾ എത്രത്തോളം ആഴമുള്ളതാണ്, സ്ട്രോങ് ആണ് എന്നതാണ് പ്രധാനം. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ശരിയാണ്. അപ്പോ ഈ 3 കാര്യങ്ങൾ, ശരീരം ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക, പിന്നെ മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുക. അതെ, ഇത് കേൾക്കുമ്പോ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല. അതൊരു ശീലം പോലെ, അല്ലെങ്കിൽ ഒരു പേശി പോലെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ് സന്തോഷം. കൊള്ളാം. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ തോന്നാം, ഇതെല്ലാം നല്ലതാണ്, പക്ഷേ എവിടെന്ന് തുടങ്ങും? അതെ, അതൊരു ചോദ്യമാണ്. ഒരു ചെറിയ കാര്യം ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 3 കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ചെറിയൊരു മാറ്റം എന്തായിരിക്കും? ഒരു 5 മിനിറ്റ് നടക്കാൻ പോകുന്നത്? അതോ രാത്രി കിടക്കുന്നതിന് മുൻപ് അന്നത്തെ ദിവസത്തെ ഒരു നല്ല കാര്യം ഓർക്കുന്നത്? അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്തിനെ ഒന്ന് വിളിക്കുന്നത്? അതെ, അതുതന്നെ. ആ ഒരു ചെറിയ സ്റ്റെപ്പ്, ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്, അല്ലേ? തീർച്ചയായും. ആ ഒരു ചെറിയ മാറ്റത്തിൽ നിന്ന് തുടങ്ങാം.